മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആനിമൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ഫീഡ്, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഇങ്ങനെയുള്ള ഫുഡുകൾ ഉണ്ടാക്കുകയും കോമ്പണൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് അജൂനി ബയോടെക്. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഏറെ സാധ്യതകൾ, ഭാവിയിൽ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഇത് റെക്കമെൻഡേഷനായിട്ട് കാണരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ഫണ്ട് ഇറക്കുമ്പോൾ അത് നല്ല രീതിക്ക് നിങ്ങൾ കൂടി പഠിക്കണം. ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് മാത്രമായിട്ട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ വരുത്താം. ഇപ്പം നിലവിൽ 2024 ജൂലൈ മാസം 8-ാം തീയതി ക്ലോസ് ചെയ്യുന്നത് 7 രൂപ 2 പൈസയിലാണ് അജൂനി ബയോടെക്. അതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ 6 രൂപ 89 പൈസ വരെ ഇന്ന് ലോ ലെവലിലേക്ക് പോയിട്ടുണ്ട്. 7 രൂപ 8 പൈസ വരെ ഹൈ ലെവലിലേക്കും പോയിട്ടുണ്ട്. ഒരു വർഷത്തെ കണക്കെടുക്കുമ്പം 52 വീക്കിലെ കണക്കെടുക്കുമ്പം 3 രൂപ 39 പൈസ മുതൽ 7 രൂപ 8 പൈസ വരെ, അഥവാ ഹൈ ഇന്നാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകം നമ്മളൊന്ന് നോട്ട് ചെയ്യണം. 3 രൂപ 39 ടു 708, 7 രൂപ 8 പൈസ വരെ. ഈ 7 രൂപ 8 പൈസ എന്ന ആ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തത് ഇന്നാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മാർക്കറ്റിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡാണ്. ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡാണ്. 116 കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. PE റേഷ്യോ TTM ബേസ് ചെയ്തിട്ട് നോക്കുകയാണ് 51.92, PB റേഷ്യോ 1.37, ഇൻഡസ്ട്രി PE റേഷ്യോ 64.52, ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.05, ROE 5.06% കാണിക്കുന്നത്. EPS TTM ബേസ് ചെയ്തിട്ട് 0.13, ഡിവിഡൻഡ് ഈൽഡ് 0 ആണ്. ബുക്ക് വാല്യൂ 4.94, ഫേസ് വാല്യൂ 2 രൂപയുമാണ് കമ്പനിയുടേത്. ഓക്കെ, ഇനി ഫണ്ടമെൻ്റൽ സൈഡ്, ഫിനാൻഷ്യൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ റവന്യൂ നമുക്ക് ആദ്യം നോക്കാം. അതിനെ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 2023 മാർച്ച് ക്വാർട്ടറിൽ 41.52 കോടി രൂപയായിരുന്നു കമ്പനിയുടെ റവന്യൂ. 2023 ജൂൺ പാദത്തിലേക്ക് എത്തുമ്പോൾ അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അല്പം എന്നല്ല, പകുതിയോളം കുറഞ്ഞിട്ടുണ്ട്. 21.07 കോടി രൂപയായി ചുരുങ്ങിയിട്ടുണ്ട്. പിന്നെ അതിലും അല്പം ഒന്ന് താഴോട്ട് പോയി 2023 സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 19.77 കോടി രൂപയായി വീണ്ടും ചുരുങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഒന്ന് റിക്കവറി ആയത്, അല്ലെങ്കിൽ ചെറിയൊരു ഗ്രോത്ത് കാണിക്കുന്നത് 2023 ഡിസംബർ പാദത്തിലാണ്. 21.62 എന്ന ഒരു 62 കോടി എന്നുള്ള ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. പക്ഷേ അത് അടുത്ത, അഥവാ റീസണബിൾ ആയിട്ടുള്ള 2024 മാർച്ച് ക്വാർട്ടറിൽ 19.84 കോടി രൂപയായിട്ട് റവന്യൂ ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതും ത്രൈമാസ കണക്കാണ്, ക്വാർട്ടർ കണക്കാണ്. ഇനി ഇതിൻ്റെ ഒരു ഇയർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. 5 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പം കുഴപ്പമില്ലാത്ത ഒരു ഹോപ്പ് തരുന്ന, ഒരു പ്രതീക്ഷ തരുന്ന കമ്പനിയായിട്ട് നമുക്ക് ഈ ചാർട്ടിൽ നോക്കിക്കാണാൻ പറ്റും. 2019 കമ്പനിക്ക് 40.6 കോടി രൂപയാണ് റവന്യൂ ഉള്ളത്. 2020 എത്തുമ്പം 40.09 കോടി രൂപയായിട്ട് ഉയർത്താൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട്. സംതിങ് വളരെ ചുരുങ്ങിയത്. 2021 51.06 കോടി രൂപയും 2022 74.08 കോടിയുമായിട്ട് ഉയർത്താൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട്. അവിടുന്ന് 2023 ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിൽ 74.78 കോടി രൂപയായി റവന്യൂ ഉയർത്താൻ കമ്പനി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്, നല്ലൊരു പ്രതീക്ഷ തരുന്ന ഒരു ഭാഗം തന്നെയാണ്. അതേപോലെ പ്രോഫിറ്റിൻ്റെ കാര്യം നമ്മൾ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 2023 മാർച്ച് മാസത്തിൽ 0.54 കോടി രൂപയായിരുന്നു. ജൂൺ ക്വാർട്ടറിൽ വരുന്നത് 0.40 കോടി രൂപയും 2023 സെപ്റ്റംബറിൽ 0.40, അഥവാ ആരും അനക്കമില്ലാതെ അതേ സ്റ്റേബിളായിട്ട് നിർത്തുന്ന ഒരു രീതിയാണ് 2 പാദത്തിൽ നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ ഡിസംബർ പാദത്തിൽ ക്ലോസ് ചെയ്യുമ്പോൾ 0.44, അല്പം ഒന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട്. 44 കോടി രൂപയായിട്ട് ഉയർത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ 2024 ഒരു കുറച്ചൊരു ജമ്പിങ് ആയിട്ട് കാണാൻ പറ്റുന്നത് 0.91 കോടി രൂപയിലേക്ക് ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് തന്നെ നമ്മൾ വർഷ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ 5 വർഷത്തെ കണക്കാണ്. അത്യാവശ്യം ഇതും നമുക്ക് റവന്യൂ പോലെ ഹോപ്പ് തരുന്നുണ്ട്, കുഴപ്പമില്ലാന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. 2019 ടു 2023 വരെയുള്ള ഒരു ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. 2019 കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 0.41 കോടി രൂപയാണ്. 2020 0.35 കോടിയും 2021 0.37 കോടി രൂപയും 2022 1.05 കോടി രൂപയും 2023 1.12 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അടുക്കും ചിട്ടയായിട്ടുള്ള ഒരു വർധനവ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, നെറ്റ് വർത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം.
2019 ടു 2023 5 വർഷത്തെ കണക്ക് നെറ്റ് വർത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 12.16 കോടിയായിരുന്നു 2019. അല്പം ഒന്ന് ഉയർന്നിട്ട് 2020 15.89 കോടി രൂപയായിട്ട് വർദ്ധിപ്പിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല. 2021 എത്തുമ്പം 15.65 എന്നുള്ള ആ ഒരു ലെവൽ ഡൗൺഗ്രേഡ് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 2022 അല്പം ഒന്ന് ഉയർത്തി 16.38 എന്നുള്ള ഒരു ഫിഗറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 2023 ഒരു മിറാക്കിൾ സംഭവിച്ചിട്ടുള്ളത്. 41.57 കോടി രൂപ നെറ്റ് വർത്തായിട്ട് കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നല്ല എടുത്തു പറയാൻ പറ്റുന്ന ഒരു ശ്രമം തന്നെയാണ്. ഇനി ഈ കമ്പനിയിൽ വിശ്വാസം അർപ്പിച്ച് ആരൊക്കെയാണ് ഇതിലേക്ക് ഹോൾഡ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ ആളുകൾക്ക് എത്രത്തോളം ഹോൾഡിംഗ് ഉണ്ട് എന്നൊക്കെയാണ് ഇനി നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഉടമകളാണ്. അതിൽ ആദ്യത്തേത് റീറ്റെയിൽ ആൻഡ് അതേഴ്സ് 73.11% റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലുള്ളത്. താരതമ്യേന വളരെ കുറവ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും മാന്യമായതിൽ അല്പം ഒന്ന് കുറവ് പ്രൊമോട്ടേഴ്സിൻ്റെത്. അവർ ഹോൾഡ് ചെയ്യുന്ന 26.89% ഈ ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ ഇവർ അഥവാ സ്വന്തം ഓണേഴ്സ് സ്റ്റോക്ക് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം മികച്ചതാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അതൊരു തീവ്രമായിട്ടുള്ളൊരു ചിന്താഗതിയിലേക്ക് പോകുമ്പം എപ്പം എങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യചിഹ്നം അവിടെ വരാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും നല്ല നിങ്ങളുടെ ഒരു സ്കില്ല് ഉപയോഗിക്കുക, വേണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണെന്നുള്ള മനസ്സിലാക്കുക. ഒരിക്കലും നിങ്ങൾ വാങ്ങിക്കാനോ അല്ല വിൽക്കാനോ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഉണർത്താനും നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവയർനെസ് ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാ വീഡിയോസുകളും അങ്ങനെ തന്നെയാണ്. എങ്കിലും ഞാൻ ചിലതൊക്കെ വാങ്ങുന്നുണ്ട്. ആ ചിലത് വാങ്ങുമ്പോൾ നമുക്കത് പ്രോഫിറ്റ് ഇട്ടുണ്ട്. ആ പ്രോഫിറ്റിൽ വലിയ സന്തോഷവും നിങ്ങൾക്കും എനിക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ നന്മ. രണ്ടാമത്, ഒരുപാട് ആളുകൾ വാങ്ങിച്ച് പെട്ട് കിടക്കുന്നവരും കൂടിയുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരു കമൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുകയാണെങ്കിൽ ഒരുപാട് ബിഗിനേഴ്സ് ഈ കാലഘട്ടത്തിൽ ഈ ഷെയർ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. എല്ലാം കൂടി നാളെ തന്നെ പിടിച്ചടക്കി കളയാം എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകും. കാരണം ഇതൊരു പൈസ മറയുന്ന കാര്യമാണല്ലോ. പക്ഷേ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡെഡ് സ്റ്റോക്കായിട്ട് അല്ലെങ്കിൽ ഡെഡ് മണിയായിട്ട് ഒരുപാട് പെന്നി സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. തല ഊരിപ്പോന്ന നഷ്ടം സഹിക്കണം. ഇത്രയും കാലവും നഷ്ടമായി. ഇനി തല ഊരാതെ പോന്നാലോ അതിട്ട് പൈസ എടുത്ത് ഒഴിവാക്കാനും പറ്റുന്നില്ല. എന്നാൽ ഇത്രയും ദിവസങ്ങൾ വേറെ ഒന്നിൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടും എന്നൊക്കെ തോന്നുന്ന ആ ഒരു ധർമ്മസങ്കടം ഉണ്ടല്ലോ, ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ധർമ്മസങ്കടമാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പം നല്ല ഒരു രീതിക്ക് നിങ്ങൾ ഡിസിഷൻ എടുക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഈ വീഡിയോയിൽ കൈകാര്യം ചെയ്യുന്ന. താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.